ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലടക്കം ചൂടുപിടിക്കുന്ന ഒരു വിഷയം തന്നെയാണ് കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ. ശരിക്കും പറഞ്ഞാൽ എപ്പോഴും കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഒരു വർഷത്തിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ ഒരു വർഷത്തിന് മുൻപ് ഇതേ സമയത്ത് ഏകദേശം അവിടെ ചൂടുപിടിച്ചുകൊണ്ടിരുന്നത് ദിയയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട പണമിടപാടും അതിലെ ക്രമക്കേടുകളും തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനുശേഷം ഒരു വർഷമായപ്പോൾ കേൾക്കുന്നത് കൃത്യമായ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോഴിതാ അതിനുശേഷം സിന്ധുവിൻ്റെ അമ്മ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് സിന്ധുവിന് ഒരു സ്വത്തും കൊടുക്കില്ല എന്നും ഇളയ മകൾക്കും ഒരു സ്വത്ത് കൊടുക്കില്ല എന്നും ഇളയ മകളുടെ ആദ്യ ബന്ധത്തിലുള്ള മകൾ തൻവിക്ക് തന്നെയാണ് താൻ എല്ലാം നൽകാൻ പോകുന്നത് എന്നുമാണ്. ആ അമ്മയ്ക്ക് ആവശ്യമുള്ള സമയത്ത് ഉണ്ടായിരുന്നത് തൻ്റെ ചെറുമകൾ തൻവി ആയിരുന്നെന്നും അതുപോലെ തൻ്റെ ഒരു സ്വത്തും തൻ്റെ മക്കൾക്ക് കൊടുക്കില്ലെന്നും പ്രത്യേകിച്ച് സിന്ധുവിന് കൊടുക്കില്ല എന്നുമാണ് ഇപ്പോൾ സിന്ധുവിൻ്റെ മാതാവ് പറയുന്നത്. സിന്ധുവിൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കൾ ഉൾപ്പെടെ എല്ലാം തന്നെ അവർ എഴുതാതെ ഇപ്പോഴും കൈവശം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനുള്ള എല്ലാ അവകാശവും തനിക്കാണ് എന്നും തനിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് എഴുതി കൊടുക്കാൻ തനിക്ക് സാധിക്കുമെന്നുമാണ് ഇപ്പോൾ സിന്ധുവിൻ്റെ അമ്മയുടെ തന്നെ നിലപാട്. എന്നാൽ സ്വത്തുക്കളുടെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾക്ക് എന്നാണ് ഇപ്പോൾ കൃഷ്ണകുമാർ കുടുംബത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാതി. കാരണം അതുപോലെ തന്നെ അവർ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആവശ്യത്തിന് സമ്പാദിക്കുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളുടെ കല്യാണത്തിന് ഉൾപ്പെടെയാണ് ഞങ്ങൾക്ക് ഇനി വലിയൊരു പൈസയുടെ ആവശ്യം. അതെല്ലാം അവർ തന്നെ സമ്പാദിച്ച് വയ്ക്കുകയും ദിയ ഉൾപ്പെടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിനി ഇതിൽ വലിയ ചിലവുകളൊന്നുമില്ല, ഞങ്ങൾക്ക് സ്വത്തുക്കൾ തന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പ്രശ്നവുമില്ല. എന്നാൽ നിയമപരമായി അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത് എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാം. പ്രേക്ഷകരെല്ലാവരും ഇത്തരത്തിലൊരു മറുപടിയും കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി പറയുകയും ചെയ്യുന്നത്. എല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ ഇത് അവരുടെ വീട്ടിലെ പ്രശ്നമാണ് എന്നും ഒരുപാട് ആളുകൾ ഇതിൽ ബന്ധപ്പെടുന്നതിൽ തെറ്റുണ്ട് എന്നുമാണ് പല ആരാധകരും പല താരങ്ങളും പറയുന്നത്. എന്നാൽ ഈ വിഷയം ഇവർ യൂട്യൂബിലിട്ട് ചർച്ച ചെയ്തെടുത്തോടെ തന്നെ നിരവധി കാര്യങ്ങൾ ഇതിൽ ചർച്ച ചെയ്യേണ്ടതായി ഉണ്ട് എന്നുകൂടി പറയുന്നു. ഇതെല്ലാ വീട്ടിലും നടക്കുന്ന അമ്മ മകൾ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. ഒരുപക്ഷെ ഇതെല്ലാവരുടെയും വീട്ടിൽ സർവ്വസാധാരണം തന്നെയാണ്. എന്നാൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രതികരിക്കരുതെന്നോ ഒന്നൊക്കെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ്. അവർ ഈ പ്രശ്നം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇതിപ്പോൾ ചർച്ചയാക്കുന്നത്. അല്ലെങ്കിൽ സാധാരണയായി അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെന്ന് കരുതി എല്ലാവരും മറ്റുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്തേനെ എന്നുകൂടി ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.